മംഗലശ്ശേരി നീലകണ്ഠനും മുണ്ടക്കൽ ശേഖരനും തങ്ങളിലുള്ള ഒരു ഗ്യാങ് വാർ. അതായത് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കരക്കാർ തങ്ങളിൽ, പ്രത്യേകിച്ച് രണ്ട് അമ്പലങ്ങളുടെ കരകൾ. ഒന്ന് മുണ്ടക്കൽ എന്ന് പറയുന്ന അമ്പലവും ഏഴിലക്കര എന്ന് പറയുന്ന അമ്പലവും തങ്ങളിൽ. അതില് ആ രണ്ട് അമ്പലങ്ങളുടെയും പവർ ആരാണ് ഏറ്റവും വലുതെന്ന്, അതെ 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 സുപ്രീം പവർ. അതെ അതെ അതില് ഈ അമ്പലങ്ങളുടെ നടത്തിപ്പിൽ മുന്നിൽ നിൽക്കുന്ന രണ്ട് കൂട്ടര്, രണ്ട് ഫാമിലി, പ്രത്യേകിച്ച് മംഗലശ്ശേരിയും മുണ്ടക്കലും. അപ്പൊ ഈ രണ്ട് കൂട്ടരും തങ്ങളിലുള്ള ഒരു ഗ്യാങ് വാറിന്റെ പ്രമേയത്തിൽ വന്ന ഒരു മൂവിയാണത്. ഇത് പറഞ്ഞപ്പോ തന്നെ സിനിമ ഏതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ലല്ലോ. അതെ അതെ. ഏത് സിനിമയായിരിക്കും? ദേവാസുരം. അപ്പൊ ആ ഒരു ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, അല്ലേ? മോഹൻലാലിന്റെ ക്യാരക്ടർ പ്ലോട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഓൾമോസ്റ്റ് കിരീടത്തിലെ മോഹൻലാലിന്റെ ക്യാരക്ടറിന്റെ ആ പ്ലോട്ടും ദേവാസുരത്തിന്റെ ആ ഒരു ക്യാരക്ടർ പ്ലോട്ടും രണ്ടും ഒരുപോലെ അല്ലെങ്കിൽ പോലും ആ ക്യാരക്ടർ പോകുന്നത് ഭയങ്കര വലിയ വേരിയേഷൻസിൽ കൂടെയാണ്. ഇപ്പൊ ദേവാസുരത്തിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനികനായ പിതാവിന്റെ മകനായിട്ട് ആണ് മോഹൻലാലിന് പേര് വെച്ചിട്ട് അതെ ഒരു ഫ്യൂഡൽ അതെ അതെ ഒരു ഫ്യൂഡൽ മാടമ്പി ആയിട്ടൊരു താന്തോന്നി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മോഹൻലാലിന് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ആ ക്യാരക്ടർ പോകുന്ന ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവി മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കവേ ഫസ്റ്റ് ഹാഫിന് ശേഷം ഈ ക്യാരക്ടർ തിരിച്ചറിയുന്നു അത് സ്വന്തം പിതാവല്ലെന്ന്. അതിൽ മനം തന്നിരിക്കുന്ന ആ ക്യാരക്ടർ രണ്ടാമത്തെ പാർട്ടിൽ കാണുന്നത് ഈ മംഗലശ്ശേരി നീലകണ്ഠന്റെ വേറൊരു വേരിയേഷൻ. അതാണല്ലോ സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ആ ഒരു പോസ്റ്ററിൽ തന്നെ അങ്ങനെ ഇട്ട അസുരന്റെ വീര്യവും ദേവന്റെ ഭാവവും എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലാണ് ഈ ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആ മൂവിയിൽ ആ ക്യാരക്ടറിന് കൊടുത്തേക്കുന്ന ഒരു ഹൈപ്പിന്റെ ഒരു ലെവല് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സുഭദ്ര എന്ന് പറയുന്ന ഒരു വേശ്യാ റോള് കൈകാര്യം ചെയ്യുന്ന അവര് പോലും മോഹൻലാലിന്റെ ക്യാരക്ടർ ഹൈപ്പ് കൊടുക്കുന്നത് അഡോർ ചെയ്യുന്നൊരു ടൈപ്പ്. അതായത് നമ്മുടെ നെപ്പോളിയന്റെ മുണ്ടക്കൽ ശേഖരൻ വന്ന് പറയുമ്പോൾ തന്നെ അവരാ പറയുന്ന ഒരു പ്രസന്റേഷൻ രീതിയുണ്ട്. അതിൽ തന്നെ ഉണ്ട് ആ ക്യാരക്ടറിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു സീനുണ്ട്. അപ്പൊ അങ്ങനെ ഈ മുണ്ടക്കൽ ശേഖരൻ അതുപോലെ തന്നെ നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ, ശരിക്കും പറഞ്ഞാൽ മംഗലശ്ശേരി നീലകണ്ഠനെ ഫോക്കസ് ചെയ്ത് ചുറ്റുപാടുമുള്ള വ്യക്തികളെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന സിനിമയാണ് ശരിക്കും പറഞ്ഞ ദേവാസുരം എന്ന് പറഞ്ഞത്. അതായത് മംഗലശ്ശേരി നീലകണ്ഠൻ മാത്രമല്ല ബാക്കി എല്ലാവരെയും എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാ ക്യാരക്ടറിനെ എടുത്തെടുത്ത് ഇതാണ് എന്ന് പറയുന്ന വളരെ സിനിമകൾ വളരെ കുറവ് മലയാളത്തിൽ. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ എല്ലാവരും എടുത്ത് കാണിക്കുന്നുണ്ട്. ചെറുതായിട്ട് ഒന്നൊരു കമ്മിയോ അപ്പിയറൻസ് വരുന്ന പോലെ നമ്മുടെ പെരിങ്ങോടൻ, അതായത് നമ്മുടെ ഒടുവിൽ കൃഷ്ണൻ ചേട്ടന്റെ ആ ഒരു റോള് വരെ എത്ര ഡീപ്പായിട്ടാണ് എടുത്ത് കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തന്നെയല്ലേ? അതായത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈമിലാണ് മൂവിയിൽ ഈ പെരിങ്ങോടൻ എന്ന് പറയുന്ന റോള് വരുന്നത്. ഒന്ന് ഫസ്റ്റ് ഹാഫില് ഈ പറയുന്നത് പോലെ എല്ലാം ഉണ്ട്, സമ്പത്ത്, സുഹൃത്തുക്കൾ, കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കവേ ആ ഹൈപ്പിൽ നിൽക്കുന്ന ആ ക്യാരക്ടറിനെ പെരിങ്ങോടൻ വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു രംഗവും. സെക്കൻഡ് ഹാഫില് പെരിങ്ങോടൻ പടിവാതിലിൽ വന്ന് നിന്ന് ആ കിടപ്പ് എനിക്ക് കാണാൻ വയ്യാന്ന് പറഞ്ഞിട്ട് പകരം അത് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ ഏറ്റവും മാസ്റ്റർ ക്ലാസിക് ആയിട്ടുള്ള ഒരു പോർഷൻ അവിടെയാണ്. വന്ദേ മുകുന്ദ ഹരേ എന്ന് പറയുന്ന ആ ഗാനരംഗം. ആ ഗാനരംഗത്തോടു കൂടി ഈ സുഹൃത്തിന് മോഹൻലാലിനോടുള്ള അഫെക്ഷൻ വളരെ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്താൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു താന്തോന്നി എന്നല്ല, പക്ഷെ രണ്ടാമത്തെ ഹാഫ് തൊട്ട് വേറൊരു ലെവലിലോട്ട് ആ ഒരു ക്യാരക്ടർ പോകും. അതെ, ആ മൂവിയുടെ കുറച്ച് ക്ലാസിക് ആയിട്ടുള്ള രംഗങ്ങൾ അവിടെയൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു രംഗം, ഈ പറയുന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന ക്യാരക്ടർ പിഴപ്പ് പറ്റതാണെന്ന് അറിഞ്ഞ് അന്ന് രാത്രി വന്നതിന് ശേഷം അച്ഛന്റെ വിന്റേജ് കാർ കിടക്കുന്ന ആ ഷെഡ് ഓപ്പൺ ചെയ്തിട്ട് ആ കാറിനോട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ അവിടെ ആ രംഗം എടുക്കുമ്പോൾ നമ്മുടെ ഭാനുമതി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതായത് രേവതി ചെയ്ത ആ ഒരു ക്യാരക്ടർ ഇത് കാണുന്ന ഒരു രംഗമുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭാനുമതിയെ പറ്റിയും പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഭാനുമതി, അതായത് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ റൈസ് ചെയ്യാൻ സെക്കൻഡ് പാർട്ടിൽ വീണ് കിടക്കുന്ന വ്യക്തി റൈസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ഭാനുമതി തന്നെയാണ്. അപ്പൊ ഭാനുമതി ആദ്യം കൊണ്ട് ഒരു നീലകണ്ഠനെ ഉണ്ടല്ലോ, അതായത് ഭീഷണിപ്പെടുത്തി തന്റെ അവിടെ മേടയിൽ കൊണ്ടുവന്നിട്ട് നൃത്തം ചെയ്യിപ്പിക്കുന്ന ഒരു. അപ്പം അവർക്ക് ആ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞ വ്യക്തി വെറും ഒരു രാക്ഷസനാണ്, അസുരനാണ്. പക്ഷെ രണ്ടാം ഭാഗത്തിൽ നിന്ന് അദ്ദേഹം മാറി ഒരു ദേവനായിട്ട് പിന്നീട് ആ ഭാനുമതിയും മംഗലശ്ശേരി നീലകണ്ഠനും തമ്മിലുള്ള ഒരു പ്രണയം അതില് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ മൂവി നമ്മൾ പരിശോധിക്കുമ്പോൾ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അധപ്പതനം
ഈ ഭാനുമതിയുടെ ശാപത്തിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് പറയേണ്ടി വരും. കൃത്യമായിട്ട് പറഞ്ഞു ഫസ്റ്റ് ആ ഒരു സീൻ. അതെ, അതായത് പറഞ്ഞു പറ്റിച്ച് ഏലക്കര അമ്പലത്തില് നൃത്തം ചെയ്യാൻ എന്നുള്ള രീതിയിൽ അതെ തന്റെ സുഹൃത്തുക്കളെ അപമാനിച്ചു വിട്ടതിന് പ്രതികാരമായിട്ട് മോഹൻലാല് ഈ പറഞ്ഞ മംഗലശ്ശേരി തറവാട്ടിന്റെ മുറ്റത്ത് വെച്ച് ഭാനുമതിയെ നൃത്തം ചെയ്യിക്കുന്ന രംഗമുണ്ട്. അപ്പൊ അതില് പുള്ളിക്കാരി അത്രയും, അത് പുള്ളിക്കാരിയുടെ ആദ്യത്തെ അരങ്ങേറ്റ നൃത്തം കൂടെയാണ്. പുള്ളിക്കാരി അത്രയും ഹൈറ്റ്സിൽ എത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു ആർട്ടിസ്റ്റ് ആയി നിലനിൽക്കവേ മോഹൻലാലിന്റെ മുമ്പിൽ പെർഫോം ചെയ്യേണ്ടി വന്നതില് പുള്ളിക്കാരി ഈ ഡാൻസ് സെഷൻ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കൂത്തായിട്ട് പോയി എന്നുള്ള ഒരു അതെ മനസ്താവപ്പെട്ടിട്ട് ചിലങ്ക വലിച്ചെറിഞ്ഞിട്ട് നിങ്ങളുടെ നാശത്തിന് ശേഷം മാത്രമേ ഞാനിനി ചിലങ്ക കിട്ടുകയുള്ളൂ പറഞ്ഞിട്ട് ശപിച്ചിട്ട് പോകുന്ന ആ രംഗം, അതിന് ആ ഭാനുമതി പിന്നെ മോഹൻലാലിനെ പ്രണയിക്കുന്ന അതെ മോഹൻലാലിന്റെ സപ്പോർട്ടായിട്ട്, അതായത് മോഹൻലാൽ എന്നല്ല ശരിക്കും പറഞ്ഞ മംഗലശ്ശേരി നീലകണ്ഠൻ വളരുന്നതിന് ഒരു ഹേതുവായിട്ട് നിൽക്കുന്ന അത് കൂടിയാണ്. അങ്ങനെ ആ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോം ആയി വരുന്നതൊക്കെ എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ സിനിമയിൽ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ ഒരു ക്രിഞ്ച് ഉണ്ടല്ലോ, അതായത് നായകനും നായികയും കണ്ടുമുട്ടുന്നു, പ്രണയിക്കുന്നു. പക്ഷെ അങ്ങനല്ല ഈ ഒരു സിനിമ ഐ.വി. ശശി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതെ, അതെന്ന് വെച്ചാൽ നായകനും നായികയും കണ്ടുമുട്ടുന്ന രംഗം എന്ന് പറയുന്നത് തന്നെ രണ്ട് ധ്രുവങ്ങളിലുള്ള വ്യക്തികൾ വരുന്ന ഒരു രംഗമാണ്. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വിചാരിക്കത്തില്ല ഇവര് പ്രണയത്തിലാകുമോ എന്ന് പോലും. അതുപോലെ പുള്ളിക്കാരിയെ പ്രൊവോക്ക് ചെയ്യുന്ന മറ്റു പല സീനുകളും ഉണ്ട്. അതായത് ജപ്തി ചെയ്യാനായിട്ട് ഈ പറയുന്ന പോലെ തഹസിൽദാരും മറ്റും എത്തുന്ന രംഗത്ത് നെടുമുടി വേണുവിന്റെ ആ റോള്, അപ്പുണ്ണി മാഷിന്റെ ആ റോള്, ആ സമയത്ത് മംഗലശ്ശേരി തറവാട്ടില് നീലകണ്ഠനുമായിട്ടിരുന്ന മദ്യപിച്ച് ഉടുമുണ്ട് അഴിഞ്ഞു പോയി നിൽക്കുന്ന രംഗമാണ് രേവതിയുടെ ക്യാരക്ടർ, ഭാനുമതിയുടെ ക്യാരക്ടർ അച്ഛനെ വിളിക്കാനായിട്ട് വരുമ്പോൾ കാണുന്നത്. അപ്പോ ആ പുള്ളിക്കാരി അത്രയും മുറിവേറ്റ ഒരു മനസ്സ് മോഹൻലാലിനെ പ്രണയിക്കുന്ന ആ ഒരു രീതിയിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ വളരെ ഭംഗിയായിട്ടാണ് ആ സ്ക്രിപ്റ്റിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ചെയ്യേണ്ട ഒരു അത്ര അപ്രീസിയേഷൻ കൊടുക്കേണ്ട ഒരു ഭാഗമാണത്. അതെ, അവതരിപ്പിക്കുന്ന രീതിയും എഴുതിയിരിക്കുന്ന രീതിയും ഇത്ര കൃത്യമായിട്ടാണ് ആ പോകുന്ന വേരിയേഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു നായികയും നായകനും എന്താ പറഞ്ഞ ഇങ്ങനെ പ്രണയം ഉണ്ടാവുന്ന പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു രംഗമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മള് അപ്പുണ്ണി മാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ച് പറയേണ്ടെന്ന് പറഞ്ഞാൽ നെടുമുടി വേണുവിന്റെ ഒരു അഭിനയ രീതി ഒന്നും പ്രത്യേകിച്ച് മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, ഇത്ര സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന എന്താ പറഞ്ഞ അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ് നെടുമുടി വേണു എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും അത് ചില ഈ മറ്റേ അഭിനേതാക്കളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവര് വിട്ടുപിരിഞ്ഞു പോയാലും അവർ ശരിക്കും ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളതാണ്, സിനിമകളിലൂടെ ജീവിക്കുന്നു എന്നുള്ള എടുത്തു പറയേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ നെടുമുടി വേണു ചേട്ടൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ അപ്പുണ്ണി മാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അതെന്ത് പറഞ്ഞേ എഴുതി വെച്ച പോലെ അങ്ങനെ ഒരു അഭിനയിക്കുന്ന രീതി പോലും പറഞ്ഞില്ല. അതായത് ഈ ജപ്തി ചെയ്ത കാര്യം പറഞ്ഞപ്പോഴും മറ്റേ എനിക്കൊന്ന് അപ്പുണ്ണി മാഷ് കുറെ ഡയലോഗ് പറയുന്നുണ്ട് ആ ഒരു ഇടയ്ക്കൊരു ഭാഗത്ത്. അതായത് നിർവികാരമായിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, വിഷമം ഉള്ളിൽ ഒതുക്കി ഡാൻസ് ചെയ്യുന്നുണ്ട് സീനുണ്ട്. അത് കൃത്യമായിട്ട് എന്ന് വെച്ചാൽ നെടുമുടി വേണുവിന് മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ അപ്പുണ്ണി മാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു ഗംഭീര എന്ന് പറഞ്ഞ ഒരു പ്രസന്റേഷൻ ആ ഒരു സിനിമയിൽ ഉണ്ട്, അതും കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഓർക്കുന്നുണ്ടോ നമ്മളെ ഈ എനിക്കൊന്ന് ഭാനുമതിയെ കല്യാണം കഴിക്കാനല്ലേ നമ്മുടെ ചിങ്ങാനിഫയുടെ ഒരു കഥാപാത്രം പേര്, അങ്ങനെ അവസാനം അത് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അനിയത്തിയെ കല്യാണം കഴിക്കും. അപ്പൊ അങ്ങനെ പൈസയൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ ഈ പുള്ളിക്കാരൻ ഇതെല്ലാം മറന്ന് തല മറന്ന് എണ്ണ തേക്കുക എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് വരുമ്പോൾ എനിക്കൊന്ന് മംഗലശ്ശേരി നീലകണ്ഠനെ ഒരു ആ കളിയാക്കി തരുമല്ലോ, അങ്ങനെ ഒരു പറച്ചിലൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഭാനുമതിയുടെ ക്യാരക്ടറിന്റെ ഭാനുമതി ആ ഒരു അലിവ് തോന്നുന്ന ഒരു രീതിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. നമ്മളപ്പോഴും പലരെ കുറിച്ചും പറഞ്ഞു, പല ക്യാരക്ടറെ കുറിച്ചും പറഞ്ഞു, നമ്മളിപ്പോഴും എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ പറഞ്ഞിട്ടില്ല. അതെ, അതായത് ശരി, അതെ, നമ്മൾ ഭാനുമതിയെ കുറിച്ച് എന്താ പറഞ്ഞ മംഗലശ്ശേരി നീലകണ്ഠന്റെ നെടുന്തൂണാന്ന് പറഞ്ഞത് പോലും അതൊരു എന്താ പറഞ്ഞ വലങ്കൈ എന്ന് പറഞ്ഞാലും ഇടങ്കൈയായിട്ട്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വലങ്കൈയാന്ന് തന്നെ പറയണം. ആ ഒരു എന്നുള്ളതല്ല, മംഗലശ്ശേരി നീലകണ്ഠൻ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ പറയണം. അതെ, പിതാവിന്റെ സ്ഥാനം കൊടുക്കുന്ന എന്ന് പറയുമ്പോൾ അപ്പോഴത്തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എടോ വാര്യരെ എന്ന് പറഞ്ഞ ഒറ്റ പേരിൽ തന്നെ അതുണ്ട്. അതായത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഇന്നസെന്റ് ചേട്ടന്റെ ഒരു എന്താ പറഞ്ഞ ഒരിതൊന്നല്ല, ഏറ്റവും ഗംഭീരമായിട്ട് അത് ഒരു ചാറ്റ് ഷോക്കകത്ത് മോഹൻലാല് തന്നെ പുള്ളിക്കാരത്ത് ചോദിക്കുന്നുണ്ട്, പരിപാടിക്കകത്ത് ചോദിക്കുന്നുണ്ട്, ഇതുവരെ ചെയ്ത ക്യാരക്ടറുകളിൽ ഒട്ടും മറക്കാനാകാത്ത ക്യാരക്ടർ ഏതാണെന്ന് ചോദിക്കുമ്പോ പുള്ളി അത് പറയുന്നുണ്ട്, വാര്യരാണെന്ന്. ഇന്ന സിനിമയിൽ ഇന്ന ക്യാരക്ടർ എന്ന് പറയുന്നില്ല, അത് വാര്യരാണെന്ന് പുള്ളി അത് പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് അതിനേക്കാൾ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ ഒരു ഇൻട്രൊഡക്ഷൻ
ഗംഭീര ഒരു ഇൻട്രൊഡക്ഷൻ. അതായത് എനിക്കൊന്ന് ശങ്കരാടി ആ വള്ളത്തെ ഇരുന്ന് പോകുമ്പോഴല്ലേ, അതായത് ഇവര് മറ്റേ കൊട്ടാൻ വേണ്ടി വരുമ്പം എടുത്തു പറയുന്നത്, അതായത് നമ്മളിപ്പം ആ പഴയ മഹേന്ദ്ര ജീപ്പിന്റെ മുകളില് ഇരിക്കുന്ന ആ പഞ്ചപാണ്ഡവരൊക്കെ ഇരിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ എടുത്തെടുത്ത് പറയുന്ന കണ്ട് ഇടത്തുനിന്ന് തിരിഞ്ഞ് പറയുന്നത്. അപ്പൊ എനിക്കൊന്ന് ആ ഒരു 4 കഥാപാത്രങ്ങളോട് പറയണ്ടേ. അതായത് നമ്മള് വാര്യരിലേക്ക് വരാം, അതിനുമുമ്പ് ഈ നീലകണ്ഠന്റെ കുട്ടിപ്പട്ടാളം എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് അവിടെ പ്രസന്റ് ചെയ്യുന്ന 4 കഥാപാത്രങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്ന ഭരതനല്ലേ, മണിപ്പുള്ളി രാജുവിന്റെ ഭരതൻ. പിന്നെ ഹൈദ്രോസ് അഗസ്ത്യനാണ് ചെയ്തത്. പിന്നെ വന്നിട്ട് രാമു ഒരു കഥാപാത്രം ചെയ്തു, കുഞ്ഞനന്ദൻ. പിന്നെ അതുപോലെ ശ്രീരാമന്റെ ക്യാരക്ടറിന്റെ പേര് കൈമളെന്നോ അതോ കൈമളല്ല, കുറുപ്പ് എന്ന് പറഞ്ഞ കഥാപാത്രങ്ങൾ. അതായത് ശരിക്കും പറഞ്ഞാൽ നീലകണ്ഠന്റെ കാണിക്കുന്ന എല്ലാ തോന്നിയാസത്തിനും കുട പിടിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും പക്ഷെ എനിക്ക് തോന്നുന്നു നീലകണ്ഠൻ വീണ സമയത്ത് ഇവരൊന്നും അടിപതറിയ പോലെ മാറുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ അതെനിക്ക് ആ സമയത്താണ് വാര്യര് വന്ന് പറയുന്നത് എന്തിനാ വന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു രീതി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ വാര്യരെ പറ്റി പറയാനുണ്ട്, ഇന്നസെന്റ് ഈ ഒരു ക്യാരക്ടറിനെ പറ്റിയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ഇതിനേക്കാളും ഒരു വെല്ലുന്ന രീതി, അല്ല എങ്ങനെ ഇന്നസെന്റ് ആ ഒരു കഥാപാത്രത്തെ പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ എനിക്ക് നമ്മൾ ഈ പലരും അതിൽ നിന്നും പ്രഗത്ഭനായിട്ടുള്ള പല നടന്മാരും ഇൻഡസ്ട്രിയിലും ഉണ്ടെങ്കിൽ പോലും ആ ക്യാരക്ടറിന് ഒരു റീപ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം തന്നെ പറയാം അത് ഇന്നസെന്റ് അല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് അതെ, ആ കഥാപാത്രത്തിന് ജീവൻ കൊടുത്ത് കറക്റ്റ് കൃത്യമായിട്ട് ഇന്നസെന്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. സത്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ആണെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അത് മറ്റൊരു വ്യക്തി പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ആ പെർഫോമൻസ് കണ്ടതിന് ശേഷം മാത്രമേ നമുക്കത് വിലയിരുത്താൻ പറ്റൂ. ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് നമുക്ക് ഒരിക്കലും ആ ക്യാരക്ടർ വേറൊരാൾ ചെയ്താൽ നന്നായിരിക്കും. മനഃപൂർവ്വം ആ റോള്, കാരണം തിലകനും മോഹൻലാലും കോംബോ ഗംഭീരമാണെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഇന്നസെന്റിനെ അവിടെ പ്ലേസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നതാ ഞാൻ പറഞ്ഞോട്ടോ. അത്രയും പെർഫെക്റ്റ് ആയിരുന്നു, കൃത്യമായിരുന്നു, വര കൃത്യം വരച്ച പോലെ തന്നെ കൃത്യമായിട്ടാണ് ആ ഒരു വാര്യർ എന്ന് പറഞ്ഞത്. എനിക്ക് പക്ഷെ ചിലപ്പോൾ പറഞ്ഞത് നമ്മളിപ്പം ഈ ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മംഗലശ്ശേരി നീലകണ്ഠൻ ഗംഭീരമായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും ഭാനുമതി ഗംഭീരമായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ വാര്യർ എന്ന് പറഞ്ഞ കഥാപാത്രം ഇവരും കൂടെ ഈ രണ്ടുപേരും ഒരു കോംബോ സീൻ ഉണ്ടല്ലോ, അതായത് ഈ മംഗലശ്ശേരി നീലകണ്ഠനും വാര്യരും വരുന്ന ആ കോംബോ സീനിൽ പോലും നമ്മുടെ വാര്യർ സ്കോർ ചെയ്യുന്നുണ്ട്, ഹൈ ആയിട്ട് തന്നെ സ്കോർ ചെയ്യുന്നുണ്ട്. ഹാസ്യം പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്, അത് മറ്റേ ഹാസ്യമായിട്ടല്ല പറയുന്നത്, വളരെ ഇന്നസെന്റിന്റെ റെഗുലർ ഹാസ്യം എന്നുള്ള രീതിയിലല്ല പുള്ളി അത് പ്രസന്റ് ചെയ്തേക്കുന്നത്. അതെ തീർത്തും ആ ക്യാരക്ടറിനോട് ഉള്ള ആ ഒരു ഉത്തരവാദിത്വം കറക്റ്റ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഹാസ്യമാണ് പുള്ളി പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠനും തിരിച്ചു പറയുന്നുണ്ട്. പക്ഷെ പറയുന്നത് ഒരു സാധാരണ ഒരു ക്രിഞ്ച് കോമഡി അല്ല പറയുന്നത്. എനിക്ക് കുറച്ച് കാശ് വേണമല്ലോ, ഇത്തിരി താമസം ഉണ്ടല്ലോ, മഷി ഉണങ്ങാൻ വടക്കേപ്പുറത്ത് വെയിലത്തിട്ടിരിക്കുക. ഈയിടെ ആയിട്ട് തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു. ഒന്ന് പറഞ്ഞിട്ട് അവര് എനിക്കൊന്നൊരു പക്ഷെ പറഞ്ഞു കൊടുത്തിട്ട് ഇവര് ചെയ്ത ഒരു ചേർച്ചയും ആ രീതിയും എല്ലാം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് ഈ ശരിക്കും പറഞ്ഞ ദേവാസുരം എന്ന് പറയുന്നത്.